കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖം കണ്ട് എഴുന്നേറ്റ് സ്തോത്രത്തോടെ നിങ്ങൾ ഈ ദിവസം മുന്നോട്ട് നീങ്ങട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുകയും അവർ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അനേകർ എന്നെ വിളിക്കുകയും ഈ സന്ദേശത്തെക്കുറിച്ച് പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പിന്നെയും ഈ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം. നിങ്ങളിത് ഷെയർ ചെയ്യണമേ, എല്ലാവരിലേക്കും എത്തിക്കണമേ, ഗ്രൂപ്പുകളിൽ ഇട്ടുകൊടുക്കണമേ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവവചനം നമ്മൾ ചില മിനിറ്റുകൾ ചെറിയ ഷോർട്ട് സന്ദേശമാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. കാരണം ഒത്തിരി സമയമൊന്നും ഇരുന്ന് കേൾക്കാനുള്ള ത്രാണി നമുക്കില്ല. 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. കൂട്ടായ്മയിൽ ഇരുന്നാൽ തന്നെ അരമണിക്കൂറത്തെ പ്രസംഗത്തിൽ 15 മിനിറ്റ് പോലും ശ്രദ്ധിക്കാനായിട്ട് പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു സന്ദേശമാണ് തരുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ 3.5 വർഷമാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം എന്ന് പറയുന്നത്. ആ 3.5 വർഷത്തിൻ്റെ ഉള്ളിൽ താന് ഒരു പ്രാവശ്യം 40 ദിവസം ഉപവസിക്കുവാൻ ഇടയായിത്തീർന്നു. രാവും പകലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആഹാരം പിടിഞ്ഞ് ഉപവാസത്തോടുകൂടെ ഇരിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ശുശ്രൂഷകളൊക്കെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടെ മുന്നേറുവാനിടയായി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പരീക്ഷകനായിരിക്കുന്ന ആ സാത്താൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് 40 ദിവസത്തെ ഉപവാസത്തോട് പര്യവസാനത്തിങ്കൽ യേശുവിന് വിശന്നപ്പോൾ ഈ പരീക്ഷകൻ അടുത്തിയെന്ന് ദൈവത്തിനു സ്തോത്രം പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പരീക്ഷയിൽ താനെ വിജയ പതാക ഉയർത്തി മുന്നേറുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആര്? കർത്താവ്. സ്തോത്രം. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ ഉപവാസമൊക്കെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഒരു കാലഘട്ടങ്ങളിൽ ഉപവസിക്കുന്ന ദൈവമക്കൾ ധാരാളം ഉണ്ടായിരുന്നു. ആഹാരം പിടിഞ്ഞ് രാവും പകലും 21 ദിവസം, 7 ദിവസം, 3 ദിവസം, 40 ദിവസമൊക്കെ ഉപവസിക്കുന്ന ധാരാളം ദൈവമക്കൾ ആമേനുണ്ട്. ഇന്നുമുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ കുറഞ്ഞുപോയി എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് ഏത് വിഷയങ്ങളെ നമുക്ക് ജയകരമായ തലത്തിലേക്ക് നയിപ്പാൻ കഴിയുന്ന ഒരു അനുഭവമാണ് ഉപവാസം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 33 വർഷത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ വർഷം ഒഴിച്ച്, അതായത് ഈ 2024 ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും ഒന്നെങ്കിൽ 40 അല്ലെങ്കിൽ 21 ഈ ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെയൊക്കെ പച്ചയെ ഇന്ന് ഉള്ളൂ. ദൈവസന്നിധിയിൽ ഇരുന്നതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഒക്കെ ആ നന്മ മാത്രമേ ഇന്ന് ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ സാത്താൻ അടുത്തു ചെല്ലുകയാണ്.
യേശുവിന് വിശന്നു എന്നുള്ള കാര്യം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ ആഹാരം കഴിക്കാനുള്ള അല്ലെങ്കിൽ ഉപവാസം കഴിഞ്ഞു എന്നുള്ള ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഒന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയൊന്നുമല്ല. അത് നമ്മുടെ കർത്താവിൻ്റെ പരസ്യശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? പലപ്പോഴും വിശന്ന വയറുമായി നമ്മുടെ കർത്താവ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പോയതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തിപ്പഴം അത്തിയെ നോക്കുകയും എന്നൊക്കെ അത് പറിച്ചു ഭക്ഷിപ്പാനൊക്കെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങളുണ്ട്. യേശുവിൻ്റെ കൂട്ടത്തിൽ നടന്ന ശിഷ്യന്മാരാണ് അതിലും അപ്പുറമാണ്. കാരണം വിശന്നിട്ട് അവരെന്ത് ചെയ്തു? കതിര് പറിച്ച് തിന്നാനായിട്ടുള്ള ശ്രമം നടത്തിയെന്നാണ് പറയുന്നത്. അതിനെപ്പോലും ചോദ്യം ചെയ്തു. പലപ്പോഴും വയറ് നിറയെ ആഹാരം കഴിക്കാനായിട്ട് പ്രയാസമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഏതാ കഴിക്കേണ്ടെന്ന് അറിയത്തില്ല. ഇനി നല്ല ആഹാരമൊക്കെ മുമ്പിൽ വെച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒന്ന് പ്രഷർ, അല്ലെ ഷുഗർ, അല്ലെ കൊളസ്ട്രോള്, ഇതെല്ലാം കൂടെ നമ്മളെ ചുറ്റി വരിഞ്ഞിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ആഹാരം കഴിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അന്ന് അതൊന്നുമില്ല. കഴിക്കാനായിട്ട് വയറ് നിറ കഴിക്കാനുള്ള ആഹാരം ഇല്ലാഞ്ഞൊരു കാലഘട്ടം ഉണ്ടായത്. നമുക്കറിയാം, നമ്മളൊക്കെ സ്കൂളിൽ പോയിച്ച്, എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ സ്കൂളിൽ പോയിച്ച് വരുമ്പം കഴിക്കാനൊന്നും കാണത്തില്ല. ദൈവത്തിന് സ്തോത്രം. വിശന്ന വയറുമായിട്ട് പെരക്കി വിറ്റും ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെയുള്ള അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പരീക്ഷകന് യേശുവിൻ്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പരീക്ഷണം നടത്തി ആമേൻ അങ്ങനെ മുന്നേറുകയാണ്. ഏറ്റവും അവസാനം വന്നപ്പോൾ ഉപവാസം തീർന്നു കഴിഞ്ഞപ്പോൾ ആമേൻ കുറച്ചും കൂടെ വളരെ ശക്തമായ നിലയിൽ ഉള്ള പരീക്ഷണത്തിലേക്ക് സാത്താൻ കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലെ ഈ വിശപ്പോ അല്ലെങ്കിൽ ദാഹമോ ദാരിദ്ര്യമോ നമ്മുടെ ഇല്ലായ്മകളോ ഒന്നും ദൈവത്തിന് സ്തോത്രം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നിന്റെ ഞെരുക്കങ്ങളിൽ നിന്നെ കരുതുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ആ പരിപൂർണ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം നിന്നെ നടത്തുവാൻ ഇടയായി തീരും. സാത്താനെ ജയിക്കാൻ വചനം അറിയാവുന്ന സാത്താൻ, ആ സാത്താനെ ജയിക്കാൻ വചനം കൊണ്ട് തന്നെ കർത്താവ് അതിന് മറുപടി കൊടുക്കുക. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് കർത്താവ് അതിന് മറുപടി കൊടുത്തു. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ നയിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയാം, ദൈവത്തിന് സ്തോത്രം, അത് ഇരുവായി തലയുള്ള വാളാണ് കേട്ടോ. സന്ധികളെയും മജ്ജകളെയും പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കും വരെ തുളച്ച് ചെല്ലുന്ന ഈ ദൈവവചനം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതാ കേട്ടോ. നിന്റെ ജീവിതത്തിന്റെ ആമേങ്കലിയ ആ വേദനകരമായ അനുഭവങ്ങളിലേക്ക് ഈ വചനം ഇറങ്ങി വന്നാൽ ഞാൻ ഉറപ്പു പറയുന്നു, നിന്നെ അത്ഭുതകരമായി ഈ വചനത്തിന് വിടുവിപ്പാൻ കഴിയും. നിന്റെ വീട്ടിലെ ഇല്ലായ്മകൾ പരിഹരിക്കപ്പെടുവാൻ കഴിയും. നമുക്കറിയാം, സാരാഫാത്തിലെ വിധവ ആമേൻ 2 ചെറിയ അട ഉണ്ടാക്കി തിന്നിട്ട് അമ്മയും മകനും മരിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. അവിടെയാണ് ഏലിയാവിനെ ദൈവമാ വീട്ടിലേക്ക് അയക്കുകയാണ്. ഏലിയാവ് ചെന്ന് പറയുക, ഈ 2 അട ഉണ്ടാക്കുന്ന ആ മാവിൽ നിന്ന് ഒരു കുഞ്ഞയടയും കൂടെ അത് 3 ആക്കുക. ഈ 2 അടയ്ക്കുള്ള മാവേ ഉള്ളൂ, അത് 3 ആക്കുക. അപ്പത്തിന് അല്പം വലിപ്പം കുറയുന്നു മാത്രമേ ഉള്ളൂ. നീ ആദ്യം അത് ചെയ്താൽ നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല, നിന്റെ ഭരണിയിലെ എണ്ണ കുറയുകയില്ല. ആ വിധവയായ സാരാഫാത്തിലെ ആ സ്ത്രീ എന്ത് ചെയ്തു? ഏലിയാവിന് ആ 2 അപ്പം ഉണ്ടാക്കാനുണ്ടായിരുന്ന മാവിൽ നിന്ന് അതിനെ 3 ആക്കി ഒരു അപ്പം ഉണ്ടാക്കി ഏലിയാവിന് കൊടുത്തു. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ക്ഷാമകാലം തീരുന്നതുവരെയും കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞുപോയുമില്ല. അവളും അവളുടെ കുടുംബവും അഹോവർത്തി കഴിക്കത്തക്ക നിലയിൽ
ഈ മാവ് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവിക കാര്യത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന ഏത് കാര്യത്തിലും ദൈവത്തിന്റെ കരുതലും ഇടപെടലും ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവമുഖത്തേക്ക് നോക്കാം. പിശാചിന്റെ പരീക്ഷാ ഘട്ടങ്ങളിൽ ജയിച്ച ജയാളിയായി നിൽക്കുന്ന യേശുവിനോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാം. നിന്റെ ജീവിതത്തിൽ പരീക്ഷാ ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ നീ പരാജയപ്പെടാതെ നിന്നെ നിവര നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ സമയം ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിന്റെ ശക്തി അത്ഭുതകരമായ വിടുതൽ നൽകട്ടെ. ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി മാറട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തെ പരിശുദ്ധാത്മാവ് തൊട്ട് ഉണർത്തണമേ, അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. കർത്താവെ, പരീക്ഷാ ഘട്ടങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടും ഭക്ഷണമില്ലാത്ത ഞെരുക്കങ്ങളായിട്ടും ശാരീരിക പ്രയാസങ്ങളായിട്ടും രോഗങ്ങളായിട്ടും ഒക്കെ ഞങ്ങളെ പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ അലട്ടുമ്പോൾ ഈ പരീക്ഷാ ഘട്ടങ്ങളിൽ കർത്താവെ, ഞങ്ങൾ വീണുപോകാതെ ക്രിസ്തുനാഥന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഓരോരുത്തരെ സഹായിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ പേരും കർത്താവെ, ദൈവത്തിന്റെ വചനത്തിന് ശക്തി പകർന്ന് സാത്താന്റെ പരീക്ഷാ ഘട്ടങ്ങളെ ജയിപ്പാനുള്ള ദൈവ കൃപ പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. സർവമാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യണമേ. ഈ ചാനൽ, യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണം. ദൈവം അനേകരിലേക്ക് കൈമാറ്റം ചെയ്ത് അനേകർക്ക് ആശ്വാസവും വിടുതലുമാകട്ടെ. നമുക്ക് നാളെ കാണാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.